നമസ്കാരം. രാമായണ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർക്കിടക മാസം, രാമായണ മാസമായി ആചരിക്കുന്ന കർക്കിടക മാസം പിന്നിടുവാൻ ഇനി കുറച്ച് നാളുകൾ മാത്രം. ക്ഷേത്രങ്ങളും വീടുകളുമൊക്കെ രാമായണത്തിൻ്റെ ഇരടികളാൽ മുഖരിതമായൊരു അന്തരീക്ഷമാണ് ഇന്നുള്ളത്. രാമായണം എന്ന ബൃഹത്തായ കാവ്യത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ വേണ്ടിയാണ് ഇത്രയും ദിവസങ്ങളിൽ ശ്രമിച്ചത്. ഒരു സാഹസിക പ്രവൃത്തിയായി തന്നെ തോന്നുന്നു. എങ്കിലും ഇതിനു മുമ്പത്തെ 3 എപ്പിസോഡുകളും അഭിപ്രായം ഓൺലൈൻ മാസികയിൽ വന്ന ആർട്ടിക്കിളും വായിച്ച് എന്നെ സ്നേഹിക്കുന്നവരുടെ പ്രോത്സാഹനമാണ് ഈ 4ാം ഭാഗത്തിലേക്കും തിരിയുവാൻ തയ്യാറായത്. 2 കഥാപാത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ രാമായണ ചിന്തകളിലൂടെ നാം കടന്നു പോകുന്നത്. ഒരു ഗ്രന്ഥകർത്താവ് തന്നെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി വരുന്ന ഒരു മഹത്തായ കാവ്യമാണ് രാമായണം. നമുക്കറിയാം, രാമായണം എന്ന ആദികാവ്യം രചിച്ച കവി എന്ന് പിന്നീട് അറിയപ്പെട്ട വാൽമീകി മഹർഷി രാമായണത്തിൻ്റെ പ്രധാന കഥാപാത്രമായി വരുന്നുണ്ട്. ശ്രീരാമനും ലക്ഷ്മണനും സീതയുമായി വനവാസത്തിന് പോകുമ്പോൾ അവരെ സ്വീകരിക്കുന്നതിനും അവരെ ആദരിക്കുന്നതിനും അവർക്ക് വേണ്ടതായ സൽക്കാരം ചെയ്യുന്നതിനും വാൽമീകി മഹർഷിയെ നമുക്ക് വനത്തിൽ കാണാൻ സാധിക്കും. ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ആ സീതാദേവിയെ സ്വീകരിച്ചുകൊണ്ട്, സീതാദേവിയെ പരിപാലിച്ചുകൊണ്ട്, സീതാദേവിക്കുണ്ടാകുന്ന 2 കുഞ്ഞുങ്ങളെ, ലവനും കുശനും എന്ന 2 കുഞ്ഞുങ്ങളെ അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം കൊടുത്തും വാൽമീകിയാണ് വളർത്തുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളുമായി വാൽമീകി 2 സന്ദർഭത്തിൽ രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരു കഥാപാത്രമാണ് രാമായണത്തിൻ്റെ രചയിതാവായ വാൽമീകി. വാൽമീകി മഹർഷിയുടെ പൂർവാശ്രമത്തെക്കുറിച്ച് ചിന്തിച്ചാൽ വളരെ രസകരമായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഒരു ബ്രാഹ്മണനായി പിറന്ന രത്നാകരൻ ദുർഗുണങ്ങളെ അല്ലെങ്കിൽ ദുർഗുണ വാസനയുള്ള കൂട്ടുകാരുമായി കൂട്ടുകൂടുകയും അതുവഴി അയാളുടെ സാത്വികത്വവും ബ്രാഹ്മണ്യത്വവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരു കാഴ്ചയാണ് വാൽമീകിയുടെ പൂർവാശ്രമത്തിൽ നാം കാണുന്നത്. പിന്നീട് ദുർഗുണ കൂട്ടുകെട്ടിൽപ്പെട്ട് രത്നാകരൻ വിവാഹിതനാകുകയാണ്. അതിൽ കുറേ കുഞ്ഞുങ്ങളുടെ പിതാവുമായി രത്നാകരൻ മാറുന്നു. ജോലി ചെയ്യാൻ മടിയുള്ള, അലസനായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു രത്നാകരൻ. തൻ്റെ ഭാര്യയെയും തൻ്റെ മക്കളെയും പരിപാലിക്കുവാൻ അദ്ദേഹം കണ്ടെത്തിയ വഴിയെന്താ? വഴിയിലൂടെ പോകുന്ന വഴിയാത്രികരെ തടഞ്ഞു നിർത്തി അവരുടെ മുതലുകൾ മോഷ്ടിച്ചുകൊണ്ട് ഭാര്യയെയും മക്കളെയും പരിപാലിക്കുക എന്ന ആ സൂത്രവിദ്യയാണ് രത്നാകരൻ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കൊരു ദിവസം അസാമാന്യ തേജസ്സിനുടമകളായ സപ്തർഷികൾ ആ വഴി വന്നു. രത്നാകരൻ തൻ്റെ പതിവ് പോലെ തന്നെ അവരെ തടഞ്ഞു നിർത്തി അവരുടെ മുതൽ ചോദിച്ചു. അപ്പോൾ സപ്തർഷികൾ ചോദിച്ചു, താൻ എന്തിനു വേണ്ടിയാണ് ഞങ്ങളെ തടഞ്ഞു നിർത്തിയത്? തനിക്ക് എന്താണ് ഞങ്ങളിൽ നിന്ന് കിട്ടിയിട്ട്, മുതൽ കിട്ടിയിട്ട് അല്ലെങ്കിൽ സ്വത്ത് കിട്ടിയിട്ട് തനിക്ക് എന്താണ് കാര്യം? അപ്പോൾ രത്നാകരൻ പറയുന്ന മറുപടി, തൻ്റെ ഭാര്യയെയും മക്കളെയും പോറ്റുവാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ സപ്തർഷികൾ ചോദിച്ചു രത്നാകരനോട്, താൻ ചെയ്യുന്ന ഈ പാപം അല്ലെങ്കിൽ താൻ ചെയ്യുന്ന ഈ ദുഷ്ടപ്രവൃത്തി, അതിൻ്റെ ബലം തൻ്റെ മക്കളും ഭാര്യയും അനുഭവിക്കുമോ? രത്നാകരൻ പറയുന്ന മറുപടി, പിന്നെ അവർ തീർച്ചയായും അനുഭവിക്കും. സപ്തർഷികൾ പോയി ചോദിക്കാൻ പറഞ്ഞു. പോയി ചോദിച്ചപ്പോൾ ഭാര്യയും മക്കളും പറഞ്ഞത്, രത്നാകരൻ ചെയ്യുന്ന പാപത്തിൽ അവർക്കൊരു പങ്കുമില്ല. അവനവൻ ചെയ്യുന്ന പാപത്തിൻ്റെ ആ പങ്ക് അവനവന് തന്നെയാണ്, അതിൻ്റെ ആ ദോഷം അവനവന് തന്നെയാണ് കിട്ടുന്നത്, ഞങ്ങൾക്കല്ല. പശ്ചാത്തപ വിവശനായി രത്നാകരൻ അവിടെ നിന്ന് സപ്തർഷികളുടെ അടുത്ത് വന്നു. ഞാൻ എന്ത് ചെയ്യണം? സപ്തർഷികൾ പറഞ്ഞു, ഞങ്ങളൊരു മന്ത്രം തരാം. ഞങ്ങൾ ഇനി വരുന്നവരെ ആ മന്ത്രം ജപിച്ച് ഇവിടെ ഇരുന്നുകൊള്ളൂ. മര എന്ന മന്ത്രമാണ് സപ്തർഷികൾ കൊടുക്കുന്നത്. മര എന്ന് ജപിച്ച് അത് രാമയായി മാറുകയും വളരെ വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് സപ്തർഷികൾ തിരിച്ചു വരുന്നത്. അപ്പോഴും രത്നാകരൻ ധ്യാനനിമഗ്നായി മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക. രത്നാകരനെ കാണുന്നില്ല, മന്ത്രം മാത്രമേ കേൾക്കുന്നുള്ളൂ. ചെതലിനാൽ രത്നാകരൻ മൂടപ്പെട്ടു. വാൽമീകത്താൽ രത്നാകരൻ മൂടപ്പെട്ടു. സപ്തർഷികൾ ആ ചെതൽ പൊളിച്ച് രത്നാകരൻ്റെ പുറത്തെടുത്തു. വാൽമീകത്താൽ മൂടപ്പെട്ട വ്യക്തിയായി രത്നാകരൻ മാറിയതിനാൽ രത്നാകരന് വാൽമീകി മഹർഷി എന്ന നാമകരണം സപ്തർഷികൾ ചെയ്തു കൊടുക്കുകയാണ്. വാൽമീകി മഹർഷി ശ്രേഷ്ഠനായി മാറുമെന്ന അനുഗ്രഹവും സപ്തർഷികൾ കൊടുക്കുന്നു. നമുക്കറിയാം, വാൽമീകിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് പൂർവാശ്രമത്തിൽ രത്നാകരനായി മാറിയപ്പോൾ അല്ലെങ്കിൽ രത്നാകരനായിരുന്നപ്പോൾ ദുർഗുണന്മാരായുള്ള കൂട്ടുകെട്ട് മൂലം അയാളുടെ സാത്വികത്വം നശിച്ചുപോയി. എന്നാൽ പിന്നീട് സപ്തർഷികളെ പോലെയുള്ള സദ്ഗുണ സമ്പന്നരായി കൂട്ടുകെട്ട് വരികയും അവരുടെ ഉപദേശം കേൾക്കുകയും ആ ഉപദേശം സ്വീകരിക്കുകയും ചെയ്തപ്പോൾ രത്നാകരൻ നല്ലവനായി മാറി. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് വളരെ അനുയോജ്യമായ ഒരു കാര്യമാണ്. കാരണം സത്സംഗം കൊണ്ട്
നല്ല വാക്കുകൾ കേൾക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ മേഖലയിൽ ഇരുന്നാൽ അല്ലെങ്കിൽ സത്സംഗം കൊണ്ട് മാത്രമേ ഏതൊരു മനുഷ്യനും നല്ലവനായി മാറുകയുള്ളൂ. വാൽമീകി നമുക്കറിയാം, പിന്നീട് കണ്ട വാൽമീകി നമുക്കറിയാം. വാൽമീകി യാത്ര ചെയ്യുമ്പോൾ മരത്തിൽ കൊമ്പിലിരുന്ന 2 ഇണപ്പക്ഷികളെ ഒരു കാട്ടാളൻ അല്ലെങ്കിൽ ഒരു വേടൻ അമ്പെയ്ത് വീഴ്ത്തിയപ്പോൾ അവിടെ വാൽമീകി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാ നിഷാദ, അരുത് കാട്ടാള. രത്നാകരനായിരുന്നുവെങ്കിൽ അത് ചോദിക്കില്ല. പക്ഷേ വാൽമീകി മഹർഷി സദ്ഗുണസമ്പന്നായി മാറിയതുകൊണ്ട് മാ നിഷാദ, അരുത് കാട്ടാള എന്നാണ് വിലപിച്ചത്. അതാണ് രാമായണം എന്ന ഇതിഹാസത്തിന് ഒരു കാരണമായി തീരുകയും ചെയ്തത്. അങ്ങനെ വാൽമീകിയുടെ ജീവിതം വളരെയധികം, അല്ലെങ്കിൽ ആ കഥ വളരെയധികം സന്ദേശങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് തരുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ കഥാപാത്രം, ഇന്ന് ചിന്തിക്കുന്ന രണ്ടാമത്തെ കഥാപാത്രം ഹനുമാൻ. നമുക്കെല്ലാവർക്കും അറിയാം, രാമായണത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. ഒരു യജമാനൻ തൻ്റെ ഭൃത്യനോട് അല്ലെങ്കിൽ തൻ്റെ ദാസനോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ ആ കാര്യം ദാസൻ ചെയ്തു തീർക്കുകയാണെങ്കിൽ അയാൾ നല്ലൊരു ദാസനായിരിക്കും. എന്നാൽ യജമാനൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാത്തവൻ മോശം ദാസനുമായിരിക്കും. എന്നാൽ യജമാനൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളും യജമാനൻ്റെ മനസ്സിൽ ഉള്ള ആഗ്രഹവും യാഥാർത്ഥ്യമാക്കുന്ന ആരായിരിക്കും? അത് ഉത്തമനായ ദാസനായിരിക്കും. അതാണ് ഹനുമാൻ. സീതാദേവി അന്വേഷിക്കാൻ പറഞ്ഞ് ഹനുമാനെ അയക്കുമ്പോൾ ലങ്കയിലേക്ക് പോയി ഹനുമാൻ സീതാദേവിയെ കണ്ടെത്തി. പക്ഷെ സീതയെ കണ്ടെത്തുക മാത്രമല്ല ചെയ്തത്, രാവണനുമായി പോരാടാൻ തയ്യാറെടുക്കുന്ന ശ്രീരാമൻ്റെ സൈന്യം മോശമല്ല എന്ന് തെളിയിക്കുന്ന രീതിയിൽ ആ സൈന്യത്തിൽ ഒരാളായ ഹനുമാൻ ലങ്കയിലെ പല ഭാഗങ്ങളും തകർത്ത് കളയുന്നത് രാമായണത്തിൽ നാം കാണുന്നുണ്ട്. തൻ്റെ യജമാനൻ അല്ലെങ്കിൽ തൻ്റെ രാജാവ് അല്ലെങ്കിൽ തൻ്റെ അധികാരി കരുത്തനാണെന്നാണ് ഹനുമാൻ അവിടെ തെളിയിച്ചു കൊടുക്കുന്നത് രാവണൻ്റെ മുന്നിൽ. തൻ്റെ യജമാനൻ്റെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തി ചെയ്യുന്നു. വാനര രാജാവായ കേസരിയുടെയും അഞ്ജനയുടെയും പുത്രനായി പറഞ്ഞ ഹനുമാൻ വായു ഭഗവാന്റെ പുത്രൻ എന്ന് പറയുന്നുണ്ട്. മഹാദേവൻ്റെ പരമശിവൻ്റെ അംശമാണെന്നും ഹനുമാനെ പറ്റി വിശേഷങ്ങളുണ്ട്. ആ ഹനുമാൻ ശ്രീരാമൻ്റെ ഉത്തമ ഭക്തനായിരുന്നു. ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞ് വിഭീഷണടക്കമുള്ള രാക്ഷസ വംശത്തിൽപ്പെട്ടവർക്കും സുഗ്രീവനടക്കമുള്ള വാനര കൂട്ടർക്കും ശ്രീരാമൻ സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. ഹനുമാൻ അപ്പോൾ ആവശ്യപ്പെടുന്ന സമ്മാനം എന്താണെന്നറിയോ? ഒരു കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുള്ള സമ്മാനം ഒന്നുമല്ല ഹനുമാൻ അവിടെ ആവശ്യപ്പെടുന്നത്. ഹനുമാൻ ആവശ്യപ്പെടുന്നത് ശ്രീരാമനാമങ്ങൾ എന്ന് വരെ ഈ ലോകത്തുണ്ടാകുമോ അതുവരെ ഞാനിവിടെ ഉണ്ടാകണം. ഹനുമാന് ശ്രീരാമൻ ഉപദേശം കൊടുക്കുകയാണ്, ശ്രീരാമനാമം ഈ ലോകത്തെ ഏത് കാലം വരെ ഉണ്ടാകുമോ ആ കാലം വരെ ഹനുമാൻ ഇവിടെ ഉണ്ടാകും. ഈ ലോകമുള്ളിടത്തോളം കാലം ശ്രീരാമനാമങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നും ശ്രീരാമൻ അനുഗ്രഹം കൊടുക്കുകയാണ്. ചിരഞ്ജീവിയാണ് ഹനുമാൻ. ഉത്തമനായൊരു ഭക്തൻ എങ്ങനെയായിരിക്കണമെന്ന് ഹനുമാൻ തൻ്റെ ജീവിതത്തിലൂടെ രാമായണത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ്. ഇന്ന് ഈ 2 കഥാപാത്രങ്ങളുമായാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അടുത്ത ഒരാഴ്ച കൂടി, കർക്കിടക മാസം കഴിയുന്ന അടുത്ത ഒരാഴ്ച കൂടി ഒരു 2 കഥാപാത്രങ്ങളിലേക്ക് കൂടി വന്നുകൊണ്ട് എൻ്റെ ഈ സാഹസ പ്രവൃത്തി അവസാനിപ്പിക്കും. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും പ്രോത്സാഹിപ്പിച്ചവർക്കും എല്ലാം നന്ദി. നമസ്കാരം.